കേരളത്തിലെ 61 ഡാമുകൾക്ക് ഇരുകരകളിലും 120 മീറ്റർ ദൂരത്തിൽ ബഫർ സോണായുള്ള ആദ്യ പ്രഖ്യാപനം ഡിസംബർ 26-ന് പുറത്തുവന്നതോടെ പഞ്ചായത്തുകളിൽ നിർമ്മാണത്തിൽ NOC ആവശ്യപ്പെട്ട് ഫയൽ മടക്കി തുടങ്ങി. പഴശ്ശി റിസർവോയറിന്റെ സംഭരണിയുടെ ഭൂരിഭാഗം പ്രദേശം ഉൾക്കൊള്ളുന്ന പായം പഞ്ചായത്തിലാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് 3 ഫയലുകൾ പഞ്ചായത്ത് അധികൃതർ മടക്കിയത്. പെരുവമ്പറമ്പിൽ 1 വീടും അളപ്രയിൽ 2 വീടുകൾക്കുമാണ് NOC ആവശ്യപ്പെട്ട് പായം പഞ്ചായത്ത് ഫയൽ മടക്കിയത്. പ്രഖ്യാപനം പ്രാബല്യത്തിൽ വന്നതോടെ ഇരിട്ടി ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ബഫർ സോണിന്റെ പരിധിയിൽ വരുന്നത് നിർമ്മാണ മേഖല ഉൾപ്പെടെ ഗുരുതര പ്രശ്നങ്ങൾ വരുമെന്ന് ഏജനറ്റ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. പഴശ്ശി ഡാമിൽ നിന്നും 6.48 കിലോമീറ്റർ ദൂരം പദ്ധതിയുടെ ഇരുവശവും 120 മീറ്റർ വീതവുമാണ് ബഫർ സോണായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പായം പഞ്ചായത്തിലെ പെരുവമ്പറമ്പ് മേഖലയിലാണ് ബഫർ സോൺ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ആദ്യ NOC തടസ്സം പുറത്തുവന്നത്. പഴശ്ശി ഡാമിൽ നിന്ന് റോഡ് മാർഗം 10 കിലോമീറ്ററോളം ദൂരെയുള്ള പ്രദേശമാണിവിടം. അളപ്രയിലെ മാവില വീട്ടിൽ M. സുരേഷ് കുമാറാണ് ഉത്തരവിലെ ആദ്യ ബലിയാട്. വീടിന്റെ കോൺക്രീറ്റ് ഉൾപ്പെടെ കഴിഞ്ഞ സുരേഷ് വാടക വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് മാറുന്നതിന് വീടിന് നമ്പർ ലഭിക്കാനായി നവംബറിൽ പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചു. എന്നാൽ ഇറിഗേഷൻ ഭൂമി കയ്യേറിയല്ല എന്ന NOC വാങ്ങിവരാൻ ആവശ്യപ്പെട്ട് പഞ്ചായത്തിലെ LSGD വിഭാഗം ഫയൽ മടക്കി. സർവേയറെ വെച്ച് ഭൂമി അളന്ന് NOCയുമായി സുരേഷ് എത്തിയപ്പോഴേക്കും ഡിസംബർ 26-ലെ ആദ്യ ഉത്തരവ് ഇറങ്ങിയതോടെ ഇറിഗേഷൻ വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ NOC വേണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിന്നും വീണ്ടും ഫയൽ മടങ്ങി. കൂലിത്തൊഴിലാളിയായി സുരേഷ് തന്റെ സമ്പാദ്യമെല്ലാം ചേർത്ത് വാങ്ങിയ 20 സെന്റ് സ്ഥലത്ത് നിർമ്മിച്ച വീടിനാണ് NOCക്കായി ഇനി എവിടെ പോകണമെന്നറിയാതെ ആശങ്കയിലായത്. ഇനി എന്ത് ചെയ്യണമെന്ന ഇറിഗേഷൻ വകുപ്പിലെ ഉദ്യോഗസ്ഥർക്കും അറിയില്ല. പായം പഞ്ചായത്തിലെ പെരുവമ്പറമ്പിലും അളപ്രയിലുമാണ് തറയുടെ നിർമ്മാണം പൂർത്തീകരിച്ച 2 വീടുകൾക്ക് പെർമിറ്റ് ലഭിക്കാൻ NOC ആവശ്യപ്പെട്ട് പഞ്ചായത്തിൽ നിന്നും ഫയൽ മടക്കിയത്. അളപ്രയിലെ മഹേഷിനും പെരുവമ്പറമ്പിലെ മറ്റൊരു വ്യക്തിക്കുമാണ് ദുരവസ്ഥ. 5-10 സെന്റ് സ്ഥലമുള്ള സാധാരണക്കാരായ മനുഷ്യരുടെ വീടെന്ന സ്വപ്നമാണ് ഇതിലൂടെ പൊലിയുന്നത്. പഞ്ചായത്തിൽ നിന്ന് ഫയൽ മടക്കുന്നതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കയിലാണ് ജനം. പദ്ധതി പ്രദേശത്തോട് ചേർന്ന് സ്ഥലവും വീടുമുള്ള നിരവധി കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. നഗരസഭയുടെ പ്രപ്പോസലും തള്ളി ഇരിട്ടി ടൗണിൽ പദ്ധതി പ്രദേശത്തോട് ചേർന്ന് നഗരസഭ സമർപ്പിച്ച പ്രപ്പോസൽ ഉൾപ്പെടെ ഇറിഗേഷൻ പുതിയ ഉത്തരവിന്റെ പേരിൽ മടക്കിയിരിക്കുകയാണ്. പടിയൂർ പായം പഞ്ചായത്തുകളും ഇരിട്ടി നഗരസഭയുടെയും പരിധിയിൽ വരുന്ന പ്രദേശങ്ങളാണ് ബഫർ സോണിൽ വരുന്നതും കൂടുതൽ ബാധിക്കപ്പെടുന്നതുമായ പ്രദേശം. പായം പഞ്ചായത്തിലെ പഴശ്ശി പദ്ധതിയോട് ചേർന്നുള്ള മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് ഉൾപ്പെടെയുള്ള കെട്ടിടങ്ങൾക്ക് NOC ലഭിക്കുമോ എന്നതും വലിയ ആശങ്കയ്ക്ക് കാരണമായിരിക്കുകയാണ്. നിലവിൽ പായം പഞ്ചായത്തിൽ NOC ആവശ്യപ്പെട്ടിരിക്കുന്ന 3 നിർമ്മാണങ്ങളും ബഫർ സോണിലെ ആദ്യ സോണിലെ 20 മീറ്ററിന് ഉള്ളിലാണ്. വാട്ടർ റിസോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ISWC ഗവൺമെൻറ് ഓർഡർ MS നമ്പർ 67/2024 WRD എന്ന ഉത്തരവ് പ്രകാരം ആ ഉത്തരവ് NOC സംബന്ധിച്ചാണ് ഡാം സേഫ്റ്റി കമ്മീഷണറുടെ അധികാരപരിധിക്കുള്ളിലുള്ള ഒരു ഓർഡറാണ്. അപ്പോൾ അതിൽ പറയുന്നത് കേരളത്തിലെ ഡാമുകളിൽ നിന്നുള്ള അതിനടുത്തുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിൽ മാറ്റം വരുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ള നിലയിലുള്ള ഒരു ഉത്തരവാണ്. ആ ഉത്തരവിൽ തന്നെ 100 മീറ്റർ എന്നുള്ള നിലയിൽ ഭാവിയിൽ കൺസ്ട്രക്ഷൻ ഒഴിവാക്കണം. 20 മീറ്റർ എന്ന് പറയുന്നുണ്ട്, 100 മീറ്റർ എന്ന് പറയുന്നുണ്ട്. കാറ്റഗറൈസ് ചെയ്യണം ഓരോ പ്രദേശവും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഉത്തരവ് വെച്ചുകൊണ്ടാണ് ഈ ഉത്തരവിൽ വ്യക്തത വരുത്താതെയാണ് പഞ്ചായത്തിൽ വരുന്ന പാവപ്പെട്ട ആളുകളുടെ വീടുകളുടെ അപേക്ഷകൾ പോലും മടക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നത്. അതിനകത്ത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുമെന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ പായം ഗ്രാമപഞ്ചായത്തിൽ തന്നെ ഒരു 3-4 അപേക്ഷകൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തതയില്ലായ്മ കൊണ്ട് ഈ NOCയുടെ ഒരു നിബന്ധന ഒരു നിർദ്ദേശം വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാതെ മടക്കി കൊടുക്കുന്ന സ്ഥിതിയുണ്ട്. ഇത് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ആശയക്കുഴപ്പം ഒഴിവാക്കുന്നതിന് വേണ്ടി ഇതിലൊരു വ്യക്തത വരുത്തി കിട്ടുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നം മാത്രമാണ്. ഭാവിയിൽ എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ആവശ്യമായ ഇടപെടൽ പഞ്ചായത്ത് എന്നുള്ള നിലയിൽ ഈ പഞ്ചായത്തിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ ഓർഡറുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള
പ്രയാസവും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥന്മാർ എടുത്തിട്ടുള്ള തീരുമാനം എടുക്കാത്തത് കൊണ്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടും, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. ഉദ്യോഗസ്ഥന്മാർക്ക് ഇത്തരത്തിൽ ഓർഡർ വന്നാൽ അത് വ്യക്തതയില്ലെങ്കിലും അവരെ ബാധിക്കുമെന്നുള്ള ഒരു ഭയമുണ്ട്. അതോടൊപ്പം നാട്ടിലുള്ള ജനങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ ഇതൊരു പുതിയ ഉത്തരവ് വന്ന് ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഞങ്ങളുടെ സ്ഥലത്ത് ഒഴിവാക്കാനോ മറ്റു കാര്യങ്ങൾ കൺസ്ട്രക്ഷൻ നടത്താൻ സാധിക്കുന്നില്ല എന്നുള്ള ആശങ്കയുണ്ട്. When you dream It's okay, let him go. your happy home, open your eyes and look around you. Just feel your home. Yes, it's ready. We are ready with your happy, happy home. Yes, it's ready. We are ready with your happy, happy home. Hey, Smile. how's Yeah, it? this is fine. വീട് റെഡി. ആഹാ എങ്കിലേ വീട്ടിലേക്കുള്ള സാധനങ്ങളും റെഡി. All quality brands for your dream home under one roof at affordable price. Reena Tile Gallery, Ulikil Road, Irati, Kannur. From the house of Reena Developers.